വളരെ ഹെൽത്തി ആയിട്ടുള്ള അത്താഴവും അതേപോലെ ഇഫ്താറിൻ്റെ വിഭവമാണ് കാണിക്കാൻ പോകുന്നത്. ഇത് അത്താഴത്തിനാണ്. 2 സ്പൂൺ റാഗി പൗഡർ, കുറച്ച് പാലും വെള്ളവും ചേർത്ത് കുറുക്കിയെടുക്കുക. കുറുകിയ ഈ റാഗി ജാറിലേക്കിട്ട് നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ്, ഞാൻ എടുത്തിട്ടുള്ളത് റോബസ്റ്റ പഴമാണ് 2 എണ്ണം, അതും ഒരു 4-5 ഈത്തപ്പഴവും കുറച്ച് നട്ട്സും, നമ്മളിലുള്ള എന്ത് ഡ്രൈ ഫ്രൂട്ട്സും നമുക്കിടാം. അത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് ജ്യൂസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് സ്മൂത്തിയാണ്, റാഗി സ്മൂത്തി. കുറച്ച് ഫ്രൂട്ട്സും ഈ സ്മൂത്തി കഴിഞ്ഞ് ഭക്ഷണം. വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച, അതായത് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത ചിക്കനും ഒരു കോഴിമുട്ടയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് വറ്റൽമുളകും ചേർന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് അതിലേക്ക് കുറച്ച് യോഗട്ടോ തൈരോ ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കുക. അതാണ് ഇതിൻ്റെ ഡ്രസ്സിങ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും അതിൽ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും ചേർത്ത് ഇളക്കി ഒരു സാലഡായിട്ട് ഈ സാലഡും കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഒരു പത്തിരിയും ഒരു മുട്ടയും അതിൻ്റെ കുറച്ച് കറിയുമാണ് ഇന്ന് ഇഫ്താറിന് കഴിച്ചത്.